കൂട്ടുകാരെ, ഞാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെയും അശ്വത്ഥമാവിൻ്റെയും ദുര്യോധനൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് മന്ത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാൻ കഥ പറയാം. ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നു അശ്വത്ഥമാവ്. അശ്വത്ഥമാവിൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടും ദാരിദ്ര്യത്തിലൂടെയൊക്കെയായിരുന്നു അശ്വത്ഥമാവ് കടന്നുപോയത്. അപ്പോൾ ആ സമയത്ത് ദ്രോണാചാര്യർ അശ്വത്ഥമാവിനെ പാലാണെന്ന് പറഞ്ഞ് ഗോതമ്പ് പൊടി കലക്കി കൊടുക്കുമായിരുന്നു. അത് ക്ഷീരാണെന്ന് പറഞ്ഞ് അശ്വത്ഥമാവ് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അശ്വത്ഥമാവിൻ്റെ കൂട്ടുകാർ അശ്വത്ഥമാവിനെ ഇത് പറഞ്ഞ് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദ്രോണാചാര്യരുടെ മിത്രമായ പാഞ്ചാല നരേശൻ ദ്രുപദനെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റും, അയാൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് വിചാരിച്ച് അശ്വത്ഥമാവിനെയും അതുപോലെ ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് ദ്രോണാചാര്യർ പാഞ്ചാല നരേശൻ ദ്രുപദൻ്റെ രാജകൊട്ടാരത്തിലേക്ക് പോകും. രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പം ദ്രുപദനെ കാണും. ദ്രുപദനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ ദ്രുപദൻ പറയും, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അങ്ങക്ക് വിദ്യ പകർന്നു തരികയും അങ്ങയുടെ മിത്രവുമായ അങ്ങക്ക് എന്നെ അറിയത്തില്ല, ഞാനാണ് ദ്രോണാചാര്യരാണെന്ന് പറയും. അങ്ങ് എന്നെ മറന്നു പോയെന്ന് ചോദിക്കും. അപ്പം ദ്രുപദൻ പറയും, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങളിവിടുന്ന് പോകാൻ പറയും. പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ സൈനികരെ കൊണ്ട് നിങ്ങളെ പുറത്താക്കുമെന്ന് പറയും. അപ്പോൾ ദ്രോണാചാര്യർ പറയും, ഞാൻ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ നിന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കും, എന്നിട്ട് നിൻ്റെ രാജ്യം ഞാൻ സ്വന്തമാക്കുമെന്ന് പറയും. അപ്പം നീ കാത്തിരുന്നോളാൻ പറയാം. എന്നിട്ട് ദ്രോണാചാര്യർ തിരിച്ച് മടങ്ങിപ്പോവും. അങ്ങനെ ദ്രോണാചാര്യരുടെ കുടിലിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ദ്രോണാചാര്യർ ഹസ്തിനപുരത്തിലേക്ക് പോകും. ഹസ്തിനപുരത്തിൽ ചെല്ലുമ്പം ഹസ്തിനപുരത്തിൽ പാണ്ഡവരും കൗരവരും പന്ത് കളിച്ചുകൊണ്ടിരിക്കുക. പാണ്ഡവരെന്ന് പറയുന്നത് അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, യുധിഷ്ഠിരൻ. അതുപോലെ കൗരവരെന്ന് പറയുന്നത് ദുശാസനൻ, ദുര്യോധനൻ, ദുഷള, പിന്നെ അവരുടെ സഹോദരങ്ങൾ. അവരെല്ലാവരും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, പന്ത് കളിക്കുമായിരുന്നു. അപ്പോൾ ഈ പന്ത് കിണറ്റിൽ വീഴും. അപ്പോൾ ഇത് എടുക്കാൻ പറ്റാതെ ഇവർ എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൂരത്തു നിന്ന് ദ്രോണാചാര്യർ ഇത് കണ്ടുകൊണ്ട് വരുവാണ്. ദ്രോണാചാര്യർ കറുകപ്പുല്ല് പറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് എറിയും. മന്ത്രം ജപിച്ചുകൊണ്ടാണ് എറിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അസ്ത്രം പോലെ ചെന്ന് ഈ പന്തയിൽ കുത്തിക്കയറും. എന്നിട്ട് ഇതൊരു വടി പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഈ വടിയെ പതുക്കെ പിടിച്ച് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇത് പതുക്കെ പൊക്കിക്കൊണ്ട് ആ പന്തെടുക്കും. എന്നിട്ട് അർജുനൻ്റെ കൈ കൊടുക്കും. അപ്പോൾ അർജുനൻ ഇത് വാങ്ങിച്ചിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് പറയും, അങ്ങനെ എനിക്ക് വിദ്യ പഠിപ്പിച്ചു തരുമോ ഗുരുദേവാന്ന് ചോദിക്കും. അപ്പം അർജുനൻ്റെ അടുത്ത് ദ്രോണാചാര്യർ പറയും, നീ ഇത് കൊണ്ടുവന്ന് ഭീഷ്മ പിതാമഹനെ കാണിക്കാൻ പറയും. അങ്ങനെ അർജുനൻ അതുമായിട്ട് സന്തോഷത്തോടെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഭീഷ്മരെ കൊണ്ടുവന്ന് ഇത് കാണിക്കുമ്പം ഭീഷ്മർക്ക് മനസ്സിലാവും ദ്രോണാചാര്യർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ദ്രോണാചാര്യരെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ദ്രോണാചാര്യർ വരുമ്പം മഹാരാജാവായ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ ദ്രോണാചാര്യർ വരും. അപ്പം ഭീഷ്മരുടെ അടുത്തുമായിട്ട് ദ്രോണാചാര്യർ പറയും, ഇവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള സമയമല്ല, ഞാൻ വിദ്യ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയും. അപ്പം ദ്രോണാചാര്യരുടെ അടുത്ത് ധൃതരാഷ്ട്ര പറയും, നമ്മുടെ പുത്രന്മാർക്ക് വിദ്യ അഭ്യസിക്കണം, അവർക്കും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്ന കേൾക്കുമ്പോൾ ദ്രോണാചാര്യർ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കും. അപ്പോൾ ധൃതരാഷ്ട്ര പറയും, നിങ്ങളിവിടെ വന്ന് നിന്ന് പഠിപ്പിക്കണമെന്ന് പറയും. അപ്പം പറയും, അങ്ങനെ പറ്റത്തില്ല, എൻ്റെ കുടിലേക്ക് അവരെ അയക്കണം, 12 വർഷക്കാലം, അത് കഴിഞ്ഞ് ഞാൻ വിദ്യ അഭ്യസിപ്പിച്ചതിന് ശേഷം തിരിച്ചുവിടാമെന്ന് പറയും. പക്ഷേ അതിൽ ധൃതരാഷ്ട്രർക്ക് സമ്മതമല്ല. കാരണം ധൃതരാഷ്ട്രപുത്രൻ ദുര്യോധനോടും മറ്റ് പുത്രന്മാരോടും ഭയങ്കര അതിയായ സ്നേഹമാണ്. അതുകൊണ്ട് അവരെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് ഭീഷ്മർ ഇടപെടും. ഭീഷ്മർ പറയും, അവർക്ക് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അവരെ തീർച്ചയായിട്ടും അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറയും. ദ്രോണാചാര്യരുടെ ആശ്രമത്തിൽ വിടണം, അവരവിടെ പോയി പഠിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ധൃതരാഷ്ട്ര സമ്മതിക്കും. അതിനുശേഷം ഇവർ എല്ലാവരും കൂടെ ദ്രോണാചാര്യരുടെ കുടിലേക്ക് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവർ ഗുരുകുലത്തിൽ താമസിച്ച് പഠിത്തം തുടങ്ങും. അപ്പോൾ ആ സമയത്ത് തന്നെ
ദുര്യോധനനാണെങ്കിൽ ഒരു ശിബിരത്തിലാണ് താമസിക്കുന്നത്. ശിബിരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ടെൻ്റാണ്. ടെൻറ്റിനകത്താണ് താമസിക്കുന്നത്, ഒരു ശിബിരത്തിൽ. ആ ശിബിരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഗാന്ധാര നരേശൻ ശകുനി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശകുനി എന്ന് പറയുന്നത് ദുര്യോധനൻ്റെ മാതുലനാണ്. മാതുലനായ ശകുനി എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്വർണ്ണവളകൾ, സ്വർണ്ണമാല, അതുപോലെ സ്വർണ്ണ നാണയങ്ങൾ, പിന്നെ പലഹാരങ്ങൾ, കഴിക്കാൻ വേണ്ടി പഴവർഗ്ഗങ്ങൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കുടിക്കാൻ പാല്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ആ ശിബിരത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ശിബിരത്തിലേക്ക് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവ് കയറി വരുവാണ്. അപ്പോൾ അശ്വത്ഥമാവിനെ കണ്ടപ്പം ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് അശ്വത്ഥമാവിനെ ഉപചരിച്ച് അവിടെ ഇരുത്തിയിട്ട് പാലും കഴിക്കാൻ പലഹാരങ്ങളും ഒക്കെ നൽകും. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പം ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവ് ദുര്യോധനനോട് സൗഹൃദം കൂടും. അങ്ങനെ ഇവർ നല്ല സുഹൃത്തുക്കളായി മാറും. അപ്പോൾ ആ സമയത്ത് ഈ ദുര്യോധനൻ അശ്വത്ഥമാവിനായിട്ട് സൗഹൃദം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ പുത്രനായതുകൊണ്ടും അതുപോലെ പല പല സഹായങ്ങൾ ഇവനിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും തന്നെയാണ് ദുര്യോധനൻ മിത്രത കൂടുന്നത്. അപ്പം ഈ സമയം ഇത് കണ്ടണ്ട് ദ്രോണാചാര്യർ അങ്ങോട്ട് വരുവാണ്. ദ്രോണാചാര്യർ ഒരു അസ്ത്രം ഇടും. ആ അസ്ത്രം ഈ ശിബിരത്തിൻ്റെ മേൽത്തട്ട് തെറിപ്പിച്ചുകൊണ്ട് ആ മേൽക്കൂര തെറിച്ച് ദൂരെ പോകും. എന്നിട്ട് അത് ആ വേറൊരു അസ്ത്രം വിട്ട് അത് അഗ്നിയാൽ കത്തിച്ച് ചാമ്പലാക്കി കളയും. അങ്ങനെ ആ ശിബിരം മൊത്തത്തിൽ നശിച്ചു പോകും. അന്നേരം ദുര്യോധനൻ ചോദിക്കും, എന്താണ് ഗുരുദേവ അങ്ങ് എൻ്റെ ശിബിരം നശിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പം ദ്രോണാചാര്യർ പറയും, ഇവിടെ എല്ലാവരും സമന്മാരാണ്. ഒരാൾക്ക് മാത്രമായിട്ട് എല്ലാ സൗകര്യങ്ങളും കൂടെ കൊടുക്കത്തില്ല. എല്ലാവർക്കും തുല്യ രീതിയിൽ ഇവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പഞ്ചപാണ്ഡവരൊക്കെ താമസിക്കുന്ന പോലെ എൻ്റെ കുടിലെ നിനക്കും താമസിക്കാനൊക്കത്തുള്ളൂ. അതിൽ കൂടുതൽ സൗകര്യങ്ങൾ നിനക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പൊക്കോളാൻ പറയും. അപ്പം ദുര്യോധനൻ കൈകൂപ്പിക്കൊണ്ട് പറയും, വേണ്ട ഗുരുദേവ, എന്നോട് ക്ഷമിച്ചാലോ എന്ന് പറയും. അങ്ങനെ ഇവർ ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കും. അങ്ങനെ അവിടെ അന്നത്തെ ദിവസം വൈകുന്നേരം സന്ധ്യയാകും. അങ്ങനെ അവർ കിടന്നുറങ്ങും. ഉറങ്ങി നേരം വെളുക്കുമ്പോൾ പുലർച്ചയ്ക്ക് തന്നെ പഞ്ചപാണ്ഡവരെല്ലാവരും എഴുന്നേറ്റ് പഞ്ചപാണ്ഡവർ ഭീമനും നകുലനും സഹദേവനും അർജുനനും യുധിഷ്ഠിരനും എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ് അവരുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ കുറേ സമയമായി, നേരം വെളുത്ത് കഴിഞ്ഞിട്ടും നല്ലോണം സൂര്യൻ പ്രകാശിച്ചു തുടങ്ങി. പക്ഷെ എന്നിട്ട് പോലും ഇവരെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇതറിഞ്ഞ് ഗുരുദേവൻ ഇവരുടെ അടുത്ത് ചെന്ന് വെള്ളം കൊണ്ട് ഒഴിച്ച് അവരെ എഴുന്നേൽപ്പിക്കും. ദുര്യോധനനെയും ദുശാസനെയൊക്കെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവർ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും, ഗുരുദേവൻ എന്തിനാ അങ്ങനെ ഉറക്കത്തെ ഭംഗപ്പെടുത്തിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇവിടെ നേരത്തെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് വരണം, അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയും. പഞ്ചപാണ്ഡവരെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കാൻ പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന ദുര്യോധനൻ അത് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും ദുര്യോധനനും ഗുരുവിൻ്റെ കൂടെ പോകും. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം ഗുരുദേവൻ എല്ലാവരെയും കൂടെ വിളിച്ചു നിർത്തിയിട്ട് പറയും, നിങ്ങൾക്ക് ഇന്ന് ധനുർവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഉത്തരം പറയണമെന്ന് പറയും. ആ ഒരു മരം കാണിച്ചിട്ട് പറയും, ഈ മരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാമെന്ന് ചോദിക്കും. അപ്പം ഇവിടെ എന്തൊക്കെ കാണാമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആദ്യമേ ചോദിക്കുന്നത് യുധിഷ്ഠിരൻ്റെ അടുത്താണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, എനിക്കൊരു മരം കാണാം, മരത്തിൻ്റെ ശിഖരങ്ങൾ കാണാം, ഇലകൾ കാണാം, അതിലൊരു പക്ഷി ഇരിക്കുന്ന കാണാം, അതിൻ്റെ ഏറ്റവും താഴത്ത് അതിൻ്റെ വേരിൻ്റെ അവിടെയായിട്ട് ഒരു ഉറുമ്പിൻ്റെ കൂട് കാണാം. നമ്മൾ ഇതിലേക്ക് അസ്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ ആ അസ്ത്രം അത് താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ കൂട് മൊത്തത്തിൽ തകർന്നു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലൊക്കെ യുധിഷ്ഠിരൻ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പം ദ്രോണാചാര്യർ പറയും, നീ ഒരു നല്ല രാജാവാകാൻ ഉത്തമൻ തന്നെയാണ്, പക്ഷേ എങ്കിലും അസ്ത്രവിദ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് പര്യാപ്തമല്ല, അതുകൊണ്ട് നീ മാറി നിൽക്കാൻ പറയും. അങ്ങനെ യുധിഷ്ഠിരനെ മാറ്റി നിർത്തും. അത് കഴിഞ്ഞ് ദുര്യോധനെ വിളിക്കും. ദുര്യോധനൻ വന്നിട്ട് പറയും, എന്തൊക്കെ കാണാമെന്ന് ചോദിക്കുമ്പോൾ ദുര്യോധനൻ പറയും, ഒരു മരം കാണാം, ആ മരത്തിൽ ഒരു പക്ഷിയെ കാണാമെന്ന് പറയും. അപ്പോൾ ദുര്യോധനനെ മാറി നിൽക്കാൻ പറഞ്ഞ് ദുര്യോധനെ മാറ്റി നിർത്തും. അപ്പം ഭീമനെ വിളിക്കും. ഭീമൻ അതിലെന്ത് കാണാമെന്ന് ചോദിക്കുമ്പോൾ ഭീമൻ പറയും, എനിക്ക് മരം കാണാം, മരത്തേൽ പഴങ്ങൾ കാണാമെന്ന് പറയും.
അപ്പം മാങ്ങ കാണാന്ന് പറയും. അപ്പം ഭീമനെ മാറ്റി നിർത്തും. അതിനുശേഷം അർജുനനെ വിളിക്കും. അർജുനൻ വന്നിട്ട് പറയും, ഗുരുദേവ എനിക്ക് ഇതിലൊരു പക്ഷിയെ കാണാം, ആ പക്ഷിയുടെ നേത്രങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറയും. അപ്പം അർജുനൻ്റെ അടുത്ത് ഗുരുദേവൻ പറയും, നീ എന്നെങ്കിൽ അതിൻ്റെ ആ നേത്രങ്ങളിലേക്ക് അസ്ത്രം അയക്കാൻ പറയും. അങ്ങനെ അർജുനൻ കൃത്യമായിട്ട് ആ അസ്ത്രങ്ങൾ അയച്ച് ആ പക്ഷിയുടെ നേത്രത്തെ കൊള്ളിക്കും, കണ്ണിൽ കൊള്ളിക്കും. അപ്പം അന്ന് തൊട്ട് ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് അർജുനൻ മാറും. അങ്ങനെ ഇരിക്കെ അർജുനൻ രാത്രി വൈകുന്നേരവും എല്ലാം ഈ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അർജുനനും അതുപോലെ അശ്വത്ഥമാവനും ഒരുപോലെയാണ് ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ അശ്വത്ഥമാവൻ്റെ പിതാവായ ദ്രോണാചാര്യര് അസ്ത്രവിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട 2 അസ്ത്രങ്ങളെ ആവാഹിക്കാനുള്ള വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കും. ഒന്ന് ബ്രഹ്മാസ്ത്രവും ഒന്ന് പാശുപതാസ്ത്രവും. പാശുപതാസ്ത്രത്തെ ആവാഹിക്കേണ്ടത് ഇങ്ങനെയാണ്: ഓം പാശുപതാസ്ത്രായ സ്തൂപതേ സ്തുഭ്യം നമഃ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുന്ന മന്ത്ര. ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുന്നത് ഓം ബ്രഹ്മ തമുസ്തു അസ്ത്ര നിർമ്മിതായ സ്വയമേവൻ ലക്ഷ്യസ്ഥാനം ഭേദിതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് വിടാൻ പറ്റും. അങ്ങനെ ഈ 2 അസ്ത്രങ്ങളുടെ ജ്ഞാനവും അർജുനനും അശ്വത്ഥമാവനും ദ്രോണാചാര്യര് പകർന്നു കൊടുക്കും. അതിനുശേഷം അർജുനൻ ഈ അസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ദുര്യോധനൻ അശ്വത്ഥമാവനായിട്ട് വനത്തിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അശ്വത്ഥമാവൻ്റെ അടുത്ത് ദുര്യോധനനും ദുശാസനനും കൂടെ പറയും, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഇടയ്ക്കുള്ളൊരു തടസ്സം എന്ന് പറയുന്ന അർജുനനാണ്, അർജുനനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറയും. അപ്പം എനിക്ക് ശബ്ദഭേദി ബാണം അയക്കാൻ അറിയാം, അതെന്ത് ബാണാണെന്നുള്ളത് ദുര്യോധനൻ ചോദിക്കും. അപ്പോൾ പറയും, ഇത് ശബ്ദഭേദി ബാണം എന്ന് പറഞ്ഞാൽ എവിടെ ശബ്ദം കേൾക്കുന്നു അങ്ങോട്ട് നമുക്ക് അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളെ വധിക്കാൻ സാധിക്കുമെന്ന് പറയും. അതാണ് ശബ്ദഭേദി ബാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. അപ്പോൾ അത് അങ്ങ് എത്രയും പെട്ടെന്ന് അയച്ചാലും അർജുനനെ വധിച്ചാലും എന്ന് ദുര്യോധനൻ പറയും. അത് കേട്ടിട്ട് അശ്വത്ഥമാവ് ആ അസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് വിടും. അപ്പോൾ ആ അസ്ത്രം പോകുമ്പം ആ അസ്ത്രത്തെ വേറൊരു അസ്ത്രം വന്നും കൊണ്ട് ഭേദിക്കും. അങ്ങനെ ആ അസ്ത്രം വിഫലമായി പോകും. അപ്പോൾ അത് ചെയ്തത് അർജുനനാണെന്ന് ഇവർ വിചാരിക്കും. അർജുനൻ എന്നാലും നമ്മളുടെ തന്ത്രം എങ്ങനെ പിടികിട്ടി എന്ന് ഇവർ ആലോചിക്കും. ഈ ബാണത്തെ ഭേദിക്കാനുള്ള ഇത് അവനെ ആര് പഠിപ്പിച്ചു കൊടുത്തത്, എങ്ങനെ സാധിച്ചെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ശബ്ദം കേട്ടുകൊണ്ട് അവൻ നമ്മുടെ ഞാൺവലി കേട്ടപ്പോഴേ അതിനെ ഭേദിച്ചിരിക്കുന്നല്ലോ എന്ന് പറയും. അതിനുശേഷം ഇവർ അർജുനൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പം അർജുനൻ അവിടെ അസ്ത്രവിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒറ്റക്ക് നിന്ന് പരിശീലിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അർജുനൻ അല്ലാതെ ചെയ്തിട്ടുള്ളത് വേറെ ആരോ ആണെന്ന് മനസ്സിലാവും. അത് വേറെ ആരുമല്ല, ഏകലവ്യനായിരുന്നു. അപ്പോൾ ഏകലവ്യനൊരു പട്ടിയുടെ വായിലേക്ക് കുറേ അസ്ത്രങ്ങൾ ഒരുമിച്ച് വിടും. അപ്പോൾ ആ പട്ടി കുറച്ചുണ്ട് അർജുനൻ്റെ മുമ്പിലേക്ക് ചെല്ലും. അപ്പോൾ അർജുനൻ ഇത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും, ആശ്ചര്യപ്പെട്ടു പോകും. ഈ ഇത്രയും വലിയ അസ്ത്രശസ്ത്ര വിദ്യകൾ അറിയാവുന്ന ആരാണ്, ആളെ നേരിട്ട് കാണണമെന്ന് വിചാരിച്ച് അർജുനൻ ആ പട്ടി പോകുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം ഏകലവ്യനെ കാണും. ഏകലവ്യൻ്റെ കുടിലിൽ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ദ്രോണാചാര്യരുടെ പ്രതിമയാണ്. അപ്പം നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അർജുനൻ നിൽക്കുന്ന സമയത്ത് ഗുരുദേവൻ ദ്രോണാചാര്യര് ഏകലവ്യൻ്റെ കുടിലിലേക്ക് കയറി വരും. അതുപോലെ തന്നെ ഈ ദുശാസനനും ദുര്യോധനനും അവരും ഒക്കെ എത്തും. അപ്പോൾ അവരും ഇതൊക്കെ കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഏകലവ്യൻ്റെ അടുത്ത് ദ്രോണാചാര്യർ ചോദിക്കും, നീ ആരാണെന്ന് ചോദിക്കും, ആരാണ് പുത്ര നീ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് മുമ്പിൽ നിന്നാണ് അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിച്ചതെന്ന് പറയും. അപ്പം ദ്രോണാചാര്യർക്ക് മനസ്സിലാവും, ഇവൻ ഇനിയും കൂടുതൽ വിദ്യകൾ അഭ്യസിക്കുകയാണെങ്കിൽ അർജുനനെക്കാട്ടിലും ശ്രേഷ്ഠനായി മാറുന്നതാണ്, ഉത്തമനായി മാറുന്നതാണ്. അതുകൊണ്ട് ഇവനിൽ നിന്ന് അസ്ത്രശസ്ത്ര വിദ്യകൾ പ്രയോഗിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു സൂത്രം ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെ ദ്രോണാചാര്യർക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നും. ദ്രോണാചാര്യർ പറയും, നിന്റെ വലത് കൈയുടെ പെരുവിരൽ മുറിച്ച് തരാൻ പറയും ഗുരുദക്ഷിണയായിട്ട്. ഗുരുദക്ഷിണ തരാൻ പറയുമ്പം ഏകലവ്യൻ പറയും, എന്ത് വേണേലും ഞാൻ അങ്ങക്ക് തരാം, എന്താണ് അങ്ങക്ക് ആവശ്യമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് നിന്റെ തള്ളവിരൽ മുറിച്ച് തരാൻ പറയും, കൈയിട. അപ്പോൾ തള്ളവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായിട്ട് ഗുരുവിൻ്റെ പാദത്തിൽ ഏകലവ്യൻ സമർപ്പിക്കും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് ദ്രോണാചാര്യർ തിരിച്ച്
ഗുരുകുലത്തിലേക്ക് മടങ്ങും. ദ്രോണാചാര്യരുടെ കൂട്ടത്തിലെ മറ്റു ശിഷ്യന്മാരും പോകും. അങ്ങനെ അവിടെ ചെന്ന് അവർ കുറച്ച് കാലം ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മഹാരഥനായ കർണൻ അവിടേക്ക് യുദ്ധവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പം കർണൻ വരുമ്പോൾ അർജുനൻ്റെ ഒരു ബാണം കർണൻ്റെ കവചത്തെ കൊണ്ട് അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോകും. അപ്പം ഇത് കണ്ടത് ദ്രോണാചാര്യർ നിൽക്കുവാണ്. അപ്പം ദ്രോണാചാര്യരുടെ അടുത്തേക്ക് കർണൻ വന്നിട്ട് ചോദിക്കും, എനിക്ക് അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഗുരുദേവ, അങ്ങനെ അടുത്ത് നിന്ന് അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പം നീ ആരാണ് എന്ന് ഗുരുവായ ദ്രോണാചാര്യർ ചോദിക്കും. അപ്പം കർണൻ പറയും, ഞാൻ ഒരു സൂതപുത്രനാണെന്ന് പറയും. അപ്പോൾ സൂതന്മാർക്ക് രഥം ഓടിക്കല്ലാതെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കാനുള്ള അധികാരം ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. അതിനുള്ള ഇതില്ലെന്ന് നിനക്കറിയത്തില്ലെന്ന് ചോദിക്കും. അപ്പം നീ ഒരു സൂതപുത്രനല്ലേ എന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, മാതാവിൻ്റെ വാത്സല്യത്തെയും പിതാവിൻ്റെ സ്നേഹത്തെയും എങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കും? അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അസ്ത്രം പകർന്നു തന്ന അതേ ഗുരുവായ പരശുരാമനിൽ നിന്ന് വിദ്യാഭ്യസിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് മടങ്ങി വരുന്നതായിരിക്കും. ഭാരതവർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരിയായിട്ട്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ധനുർധാരിയായിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് കർണൻ പോകും. ആ പോകുന്ന വഴിക്ക് കർണൻ ഒരു അസ്ത്രം എടുത്തിട്ട് വിടും. അഗ്നിയെ ആവാഹിച്ചുകൊണ്ടൊരു അസ്ത്രം വിടും. അത് സൂര്യനെ പോലെ ചെന്ന് മരത്തേൽ കൊള്ളുമ്പം ആ വൃക്ഷം കത്താൻ തുടങ്ങും. അപ്പം അർജുനൻ ഒരു ജലത്തിൻ്റെ അസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വിടും. അത് ഭൂമിയിൽ വന്ന് കൊള്ളുമ്പോൾ അതിൽ നിന്ന് ജലം തെറിച്ച് വീണുകൊണ്ട് ആ അസ്ത്രത്തിൽ നിന്ന് വന്ന അഗ്നിയെ കെടുത്തിക്കളയും. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ, ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ദുര്യോധനൻ്റെയും പാണ്ഡവരുടെയും കൗരവരുടെയൊക്കെ വിദ്യാഭ്യാസം പൂർണ്ണമായി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പരിശീലനം നടത്തണം, ഒരു പരീക്ഷ നടത്തണമെന്ന് ദ്രോണാചാര്യർക്ക് തോന്നും. അപ്പോൾ ദ്രോണാചാര്യർ ഹസ്തിനപുരത്തിൽ ചെന്ന് ധൃതരാഷ്ട്രരുടെ അടുത്ത് കാര്യം പറയും. അപ്പോൾ ഭീഷ്മ പിതാമഹനും ഉണ്ട്. അപ്പം ഇവർക്കിടയിൽ ഒരു പരീക്ഷ നടത്തണമെന്ന് പറയും. അപ്പം അത് നടത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഒരു പരീക്ഷ നടത്തും. അങ്ങനെ ആദ്യമേ ഒരു യുദ്ധം പോലെയാണ് നടക്കുന്നത്. ഒരു മൈതാനത്തിനുള്ളിൽ ഒരു യുദ്ധം പോലെയാണ് ഹസ്തിനപുരത്തിനകത്ത് നടക്കുന്നത്. ആദ്യമേ ദുര്യോധനനും നകുലനും കൂടെ യുദ്ധം ചെയ്യും. അതിൽ ദുര്യോധനൻ ചെയ്യും. രണ്ടാമത് സഹദേവനും ദുര്യോധനനും കൂടെ യുദ്ധം ചെയ്യും. അതിലും ദുര്യോധനൻ തന്നെ ജയിക്കും. മൂന്നാമത് ഭീമനും ദുര്യോധനും കൂടെ യുദ്ധം ചെയ്യും. അതിലും ദുര്യോധനൻ തന്നെ ഏറ്റവും അവസാനം ജയിക്കും. പിന്നെ യുധിഷ്ഠിരനുമായിട്ട് യുദ്ധം ചെയ്യും. യുധിഷ്ഠിരനെയും ദുര്യോധനൻ പരാജയപ്പെടുത്തും. അങ്ങനെ ഏറ്റവും അവസാനം വരുന്നതാണ് അർജുനൻ വരുമ്പോഴത്തേക്ക് അർജുനനൊരു അസ്ത്രം ഇതുകൊണ്ട് ദുര്യോധനനെ ബന്ദിയാക്കും. അപ്പോൾ ദുര്യോധനൻ ബന്ധനത്തിലകപ്പെട്ട് പോകുന്ന സമയത്ത് അർജുനൻ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരിയാണെന്നും അതുപോലെ അർജുനനെ തോൽപ്പിക്കാൻ പറ്റുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി ഈ ഭൂമിയിലില്ലെന്നൊക്കെ പറഞ്ഞ് ഗുരുദേവൻ ദ്രോണാചാര്യർ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കർണം വരും. കർണം വന്ന് ദുര്യോധനനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കർണം വരും. അർജുനനെക്കാട്ടിലും വലിയൊരു യോദ്ധാവില്ലെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ആ സമയത്ത് ദുര്യോധനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കർണം വന്ന് അസ്ത്രം ചെയ്തുകൊണ്ട് ദുര്യോധനനെ അവിടെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അപ്പം നീ ആരാണെന്ന് ഭീഷ്മർ ചോദിക്കും. അപ്പോൾ പറയും, നാം സൂതനായ അതിരഥന്റെ പുത്രൻ കർണനാണെന്ന് പറയും. അപ്പം സൂതന്മാർക്ക് ധനുർവിദ്യ അഭ്യസിക്കാൻ ഉള്ള യോഗ്യതയില്ലെന്നുള്ള കാര്യം നിനക്കറിയത്തില്ല എന്നൊക്കെ ദ്രോണാചാര്യ മറ്റൊരു മന്ത്രിയൊക്കെ ചോദിക്കും. മന്ത്രി വിദുരരൊക്കെ ചോദിക്കും. അപ്പം ഒരു രാജാവിനോട് മാത്രമേ യുദ്ധം ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് പാണ്ഡുപുത്രനായ അർജുനനോട് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ ധനുർധാരിയാണെന്ന് അർജുനനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം ബാക്കിയുള്ളവർ, ഈ ലോകത്തിലുള്ളവർ ഞങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ഉണ്ടെന്ന് പറയും. അതുപോലെ അപ്പം ഞാൻ അർജുനനായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അത് പറ്റത്തില്ല, രാജാവിനോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ദുര്യോധനൻ പറയും, എങ്കിൽ ഞാൻ ഇവനെ അംഗദേശത്തിൻ്റെ രാജാവായി വിളംബരം ചെയ്യണമെന്ന് പറയും.
അംഗരാജാവ് കർണനെ വിളംബരം ചെയ്യുകയാണെന്ന് പറയും. അപ്പം ഇത് കേട്ടണ്ട് ഭീഷ്മ പിതാമഹൻ പറയും, ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഇവനെ രാജാവാക്കാൻ സാധിക്കത്തില്ലെന്ന് പറയും. അപ്പം ഇത് കേട്ടണ്ട് നിന്ന് ധൃതരാഷ്ട്ര പെട്ടെന്ന് വിളിച്ചു പറയും, ഞാനിവനെ അംഗരാജ്യത്തിൻ്റെ രാജാവായി വിളംബരം ചെയ്തിരിക്കുക എന്ന് പറയും. അങ്ങനെ അംഗരാജാവ് കർണനായിട്ട് വിളംബരം ചെയ്യും. അപ്പോൾ ആ സമയത്ത് ദുര്യോധനൻ സ്വന്തം കൈയുടെ വിരലും മുറിച്ചിട്ട് ചോര കൊണ്ട് കർണൻ്റെ നെറ്റിയിൽ തിലകം ചാർത്തി കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇന്നോട്ട് അംഗരാജ്യത്തിൻ്റെ രാജാവായിരിക്കും, അതുപോലെ എൻ്റെ പിതാവ് നിനക്ക് തന്ന സ്ഥാനം എന്നും നിനക്ക് തന്നെ ഉണ്ടായിരിക്കും, അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നെന്ന് പറഞ്ഞ് നെറ്റിയിൽ ആ തിലകം അണിയിച്ചു കൊടുക്കും. അപ്പം കർണൻ പറയും, എന്തുവാണ് അങ്ങക്ക് ഇതിന് പകരമായിട്ട് വേണ്ടത്, എൻ്റെ ജീവൻ തന്നെ ഞാൻ അങ്ങക്ക് തരുമെന്ന് പറയും. അപ്പം ദുര്യോധനൻ പറയും, വേണ്ട, എനിക്ക് നിൻ്റെ മിത്രത തന്നെ പര്യാപ്തമാണെന്ന് പറയും. അന്നോട്ട് കർണനും ദുര്യോധനനും കൂടെ മിത്രങ്ങളായി മാറും. അങ്ങനെ കർണൻ അർജുനനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പലതരം അസ്ത്രങ്ങൾ പ്രയോഗിക്കും. അഗ്നി കൊണ്ടുള്ള അസ്ത്രങ്ങൾ, അതുപോലെ ജലത്തിൻ്റെ അസ്ത്രങ്ങൾ അർജുനൻ പ്രയോഗിക്കും, അഗ്നി എടുത്തും. അങ്ങനെ പല തരത്തിലുള്ള അസ്ത്രങ്ങൾ ആകാശത്ത് വിസ്ഫോടനങ്ങൾ നടത്തും. ആകാശത്ത് കാണികൾക്ക് ഭയങ്കര കാഴ്ചകൾ നൽകത്തക്ക വിധത്തിൽ പല വർണ്ണങ്ങളിൽ അസ്ത്രങ്ങൾ പൊട്ടി വിടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പല രീതിയിലും അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ അസ്ത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നവർ സന്ധ്യാസമയം വരെ യുദ്ധം ചെയ്യും. അതിനിടയ്ക്ക് അർജുനൻ്റെ അസ്ത്രം വന്ന് കർണൻ്റെ കവചത്തിൽ കൊണ്ട് ആ അസ്ത്രം ഒടിഞ്ഞു പോവുകയും ചെയ്യും. അന്നേരം കുന്തിക്ക് മനസ്സിലാവും കുന്തിയുടെ പുത്രനാണ് കർണൻ എന്നുള്ള കാര്യം. അപ്പോൾ ഈ സമയത്ത് അർജുനൻ സന്ധ്യാസമയം ആറാകുമ്പോഴത്തേക്ക് യുദ്ധം നിർത്തും. അപ്പം കർണൻ ചോദിക്കും, നീ എന്തിനാ നിർത്തിയത്, ഭയന്നു പോയോന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഭയന്നിട്ടല്ല, ഞാൻ രാത്രിയെ ബഹുമാനിക്കുന്നത് കൊണ്ട് യുദ്ധം നിർത്തിയാണെന്നൊക്കെ പറയും. അങ്ങനെ നമ്മളിനി രാജാക്കന്മാരാണ്, നമുക്കിനി യുദ്ധം ചെയ്യാനുള്ള അവസരം പ്രാപ്തമാകും, അപ്പം നമുക്ക് ഏറ്റുമുട്ടാന്ന് പറയും. അങ്ങനെ അവരവിടെ വെച്ച് പറഞ്ഞിട്ട് അങ്ങനെ പിരിയും. അപ്പം ഇതൊക്കെ ശേഷം ദുര്യോധനനും അതുപോലെ ദ്രോണാചാര്യരുമൊക്കെ ഹസ്തിനപുരത്തിൽ തിരിച്ചെത്തുന്ന സമയത്ത് ദ്രോണാചാര്യരുടെ അടുത്ത് ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കും, അങ്ങേക്ക് എന്തുവാണ് ഗുരുദക്ഷിണയായിട്ട് വേണ്ടെന്ന് ചോദിക്കും. അപ്പം ധൃതരാഷ്ട്ര പറയും, ദ്രോണാചാര്യർ പറയും, എനിക്ക് ഗുരുദക്ഷിണയായിട്ട് ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, പക്ഷേ എനിക്ക് വേണ്ടത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യന്മാരിൽ നിന്നുമാണ്, ഞാൻ അവരിൽ നിന്നും സ്വീകരിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, എനിക്ക് ഗുരുദക്ഷിണയായിട്ട് പാഞ്ചാല നരേശനായ ദ്രുപദനെ പരാജയപ്പെടുത്തിയാൽ മാത്രം മതി എന്ന് പറയും. അവനെ എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം, എൻ്റെ കാൽക്കൽ കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് അർജുനനും പഞ്ചപാണ്ഡവരും എല്ലാവരും കൂടെ അതിനായിട്ട് പുറപ്പെടാൻ വേണ്ടി പോകും. അപ്പം കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് ദുര്യോധനനും ദുശാസനനും കർണനും ബാക്കിയുള്ള സഹോദരങ്ങളും ഒക്കെ പുറപ്പെടും. അപ്പോൾ ഇത് കണ്ടിട്ട് ദ്രോണാചാര്യർ പറയും, കർണൻ എൻ്റെ ശിഷ്യനല്ല, നിങ്ങൾക്ക് സ്വയമേ യുദ്ധം ചെയ്യാൻ പേടിയായതുകൊണ്ടാണോ കർണനെ വിളിച്ചിട്ട് വന്നതെന്ന് പറയും, ഭയമായതുകൊണ്ടാണോ എന്ന് ചോദിക്കും. കർണനുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ടെന്ന് പറയും, തിരിച്ചു പോയിക്കോളാൻ പറയും. അപ്പോൾ കർണനെ ഒഴിവാക്കിയിട്ട് അർജുനൻ്റെ അവരുടെയൊക്കെ കൂടെ ദുര്യോധനനും പുറപ്പെടും. അങ്ങനെ ആദ്യമേ ദുര്യോധനനാണ് പാഞ്ചാല നരേശനായ ദ്രുപദൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്. അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ട് ഇവരുടെ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് ദുര്യോധനൻ പ്രവേശിക്കും. അപ്പോൾ ദുര്യോധനനെ പെട്ടെന്ന് തന്നെ ദ്രുപദൻ ബന്ദിയാക്കും. അത് കഴിഞ്ഞ് പിന്നെ ഭീമനും നകുലനും സഹദേവനും അവരുമൊക്കെ ചെല്ലും. അവരെയും ആദ്യമേ അവർ കുറേ സേനകളെയൊക്കെ ആക്രമിക്കുകയും ഭീമൻ കുറേ പേരെ കൊല്ലുകയൊക്കെ ചെയ്യും, കുറേ പേരെ വധിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭീമനെ അവരെയൊക്കെ ബന്ധനസ്ഥനാക്കും. അവർ ചക്രവ്യൂഹത്തിനുള്ളിൽ പെട്ടുപോകും. അപ്പം ചക്രവ്യൂഹത്തെ ഭേദിക്കുവാൻ അറിയാവുന്നത് അർജുനന് മാത്രമാണ്. അർജുനൻ ആ ചക്രവ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് അർജുനൻ അവിടേക്ക് വരും. എന്നിട്ട് പാഞ്ചാല നരേശനായ ദ്രുപദനെ പരാജയപ്പെടുത്തും. ദ്രുപദൻ 4 പേരായിട്ട് മാറും. അപ്പം 4 പേര് ഒരേപോലെ ഇരിക്കുമ്പം ആരാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അപ്പം അർജുനൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത രത്നക്കല്ലുകളുണ്ട്. അത് നോക്കുമ്പം
പെട്ടെന്ന് അതിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു ദ്രുപദന് മാത്രം നിഴലുകളുണ്ട്. അപ്പോൾ അതാണ് ഒറിജിനലായിട്ടുള്ള ദ്രുപദൻ എന്ന് മനസ്സിലാക്കി ആ ദ്രുപദന്റെ നേർക്ക് അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആ ദ്രുപദ മഹാരാജാവിനെ ബന്ധനസ്ഥനാക്കി ദ്രോണാചാര്യരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദ്രോണാചാര്യരുടെ കാൽക്കൽ സമർപ്പിക്കും. അപ്പോൾ ദ്രോണാചാര്യർ പറയും, ഞാൻ നിന്നെ വധിക്കത്തില്ല. പണ്ട് ഞാൻ നിന്റെ അടുത്ത് ഒരു ദാനം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പം നീ എന്നെ പരിഹാസിച്ച് പറഞ്ഞു വിടുകയും ചെയ്ത് എന്നെ അറിയത്തില്ലെന്ന് നീ പറഞ്ഞത്. അപ്പം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, ഞാൻ എൻ്റെ ശിഷ്യനെ കൊണ്ട് നിന്നെ പരാജയപ്പെടുത്തിയതിന് ശേഷം നിന്റെ മുമ്പിൽ വരുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ഞാനിന്ന് നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്, നീ സന്തോഷത്തോടെ നിന്റെ രാജ്യത്തിൻ്റെ പകുതി എൻ്റെ പുത്രൻ അശ്വത്ഥമാവന് നൽകണമെന്ന് പറയും, എൻ്റെ മകനെ രാജാവായിട്ട് വാഴിക്കണമെന്ന് പറയും. അങ്ങനെ പട്ടാഭിഷേകം നടത്തി കിരീടം വെച്ചുകൊണ്ട് രാജാവായിട്ട് പാഞ്ചാല നരേശത്തിലെ രാജാവായിട്ട് അശ്വത്ഥമാവനെ രാജാവാക്കും. അങ്ങനെ അശ്വത്ഥമാവ് അവിടുത്തെ രാജാവായി മാറും. അപ്പോൾ ഈ സമയത്ത് ദ്രുപദന്റെ അടുത്ത് പറയും, പകുതി രാജ്യം നീ എടുത്തോ, എനിക്ക് നിന്റെ മിത്രത ഇനിയും വേണമെന്ന് പറയും, ഇനിയൊരു മിത്രമായിട്ട് കാണണം, നമുക്ക് ഇനിയും മിത്രമായിട്ട് തുടരാമെന്ന് പറയും. അങ്ങനെ ദ്രോണാചാര്യർ പറഞ്ഞിട്ട് തിരിച്ച് പോകും. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം വീണ്ടും ഒരു യുദ്ധം മറ്റേ പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടാവും. ആ യുദ്ധത്തിൻ്റെ അവസാനം പാണ്ഡവരുടെ ഭാഗത്തു നിന്നും ഭീമൻ ദുശാസനെയും അതുപോലെ ദുശാസനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ദുര്യോധനന്റെ കാലിൻ്റെ തുടകൾ തകർത്തുകൊണ്ട് ദുര്യോധനനെ വധിക്കാൻ വേണ്ടി പോകും. അപ്പം ദുര്യോധനനെ വധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ സഹോദരനായ ബലരാമൻ ജ്യേഷ്ഠൻ ദുര്യോധനെ വധിക്കണമെന്ന് പറയും. ആ കാരണത്താൽ ദുര്യോധനെ വധിക്കത്തില്ല. അങ്ങനെ ദുര്യോധനെങ്കിലും തുട തകർന്ന് കിടക്കുന്നതുകൊണ്ട് ദുര്യോധനന്റെ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ കുറച്ചു നേരം ദുര്യോധനൻ അങ്ങനെ കിടക്കും. അപ്പോൾ ആ സമയത്ത് ദുര്യോധനന്റെ അടുത്ത് അശ്വത്ഥമാവ് ചെല്ലുവാണ്. അശ്വത്ഥമാവ് ചോദിക്കും, പ്രിയമിത്രമേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരം തരാമെന്ന് പറയും. അപ്പോൾ പറയാം, അതൊന്നും വേണ്ട, എനിക്ക് പഞ്ചപാണ്ഡവരുടെ അന്ത്യം കണ്ടാൽ മതി, അവരെ വധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് വധിക്കാൻ പറ്റും, ഞാൻ അവരെ ഇപ്പം തന്നെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെയും ഭയങ്കര സങ്കടത്തോടെയും ആ വാശിയിൽ തന്നെ അശ്വത്ഥമാവ് പഞ്ചപാണ്ഡവരുടെ ശിബിരത്തിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ ശിബിരത്തിൽ ചെല്ലുമ്പം പഞ്ചപാണ്ഡവര് 5 പേര് കിടന്നുറങ്ങുന്ന കാണും. അപ്പോൾ 5 പേരെയും വധിക്കും, വാളുകൊണ്ട് വെട്ടിയും കുത്തിയൊക്കെ അവരെ കൊല്ലും. കൊന്നതിന് ശേഷം അശ്വത്ഥമാവ് നേരെ തിരിച്ച് ദുര്യോധനന്റെ അടുത്തെത്തും. അപ്പോൾ ദുര്യോധനന്റെ അടുത്ത് എത്തിയിട്ട് ആ ചോര, വാളിൽ നിന്ന് ഒഴുകുന്ന ആ ചോര കാണിച്ചിട്ട് പറയും, ഞാൻ 5 പേരെയും കൊന്നിരിക്കുവാണ്, അവരുടെ രക്തമാണ് ഈ കാണുന്നതെന്ന് പറയും. അപ്പം ദുര്യോധനൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ വീണ്ടും മരിച്ചു പോകും. ദുര്യോധനൻ അങ്ങനെ അന്ത്യം സംഭവിക്കും. അപ്പോൾ ദുര്യോധനന്റെ മരണശേഷം ദുര്യോധനന്റെ ശരീരത്തെ അഗ്നിയിൽ വെച്ച് ദഹിപ്പിക്കാൻ പോകുന്ന ആ സമയത്ത് അർജുനൻ വരും. അർജുനൻ വന്ന് അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് അഗ്നിയെ ആ വിറകഷ്ണത്തെ തട്ടിത്തെറിപ്പിക്കും. അപ്പം നീ ജീവനോടെ ഉണ്ടാ അർജുന എന്ന് ചോദിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 5 പേരും ജീവനോടെ ഉണ്ടെന്ന് പറയും. നീ വധിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പുത്രന്മാരെയാണെന്ന് പറയും. അതിനാൽ തന്നെ നിന്നെ ഞങ്ങളിപ്പോൾ തന്നെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അസ്ത്രം പ്രയോഗിക്കാൻ പോകുമ്പം പെട്ടെന്ന് തന്നെ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കും. ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം പറയും, ഓം ബ്രഹ്മ തമസ്തു അസ്ത്ര നിർമ്മിതായ സ്വയമേവ ലക്ഷ്യസ്ഥാനം ഭേദിത എന്ന് പറയും. അതിനുശേഷം ഈ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് അർജുനന്റെ നേർക്ക് വിടും. അപ്പം അർജുനനും ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് അശ്വത്ഥമാവിന്റെ നേർക്ക് വിടും. അങ്ങനെ 2 അസ്ത്രങ്ങളും കൂടെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വലിയ സ്ഫോടനങ്ങൾ. ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, 2 അസ്ത്രങ്ങളും കൂടെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വലിയ സ്ഫോടനം തന്നെ സംഭവിക്കും. അതുപോലെ വർഷങ്ങളോളം ജലം ഒന്നും കിട്ടാതെ ആൾക്കാർ മരിച്ചു പോകുമെന്ന് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അസ്ത്രത്തെ പിൻവലിച്ചാലും ഒന്ന് പാർത്താന്ന് അർജുനന്റെ അടുത്ത് കൃഷ്ണൻ പറയും. അങ്ങനെ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അർജുനൻ ആ അസ്ത്രത്തെ പിൻവലിക്കും. പക്ഷേ അശ്വത്ഥമാവിന്റെ അസ്ത്രത്തെ പിൻവലിക്കത്തില്ല. കാരണം അശ്വത്ഥമാവിനെ അസ്ത്രത്തെ പിൻവലിക്കാനുള്ള ജ്ഞാനം
അറിവ് ദ്രോണാചാര്യർ പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത്രയും ഉള്ള അറിവില്ലാത്തതുകൊണ്ട് അശ്വത്ഥമാവ് ആ അസ്ത്രത്തെ നേരെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പോകട്ടെ എന്ന് പറയും. നിങ്ങളുടെ അവസാനത്തെ വംശത്തെ വരെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഈ അസ്ത്രത്തെ പറഞ്ഞു വിടും. അങ്ങനെ ആ അസ്ത്രം ചെന്ന് ഉത്തരയുടെ ഗർഭത്തിൽ കൊള്ളും, അങ്ങനെ തകരും. അപ്പോൾ ആ സമയത്ത് അശ്വത്ഥമാവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന കൃഷ്ണൻ സുദർശനാക്രമം പ്രയോഗിച്ചുകൊണ്ട് അശ്വത്ഥമാവിൻ്റെ നെറ്റിയിൽ ആ മാണിക്യക്കല്ല് തകർത്ത് കളയും. അതിനുശേഷം അശ്വത്ഥമാവിനെ ശപിക്കും, നീ ഈ ഭൂമിയുള്ളിടത്തോളം കാലം എൻ്റെ പുതിയ കൽക്കി വരുന്ന അത്രയും വർഷം നീ ജീവനോടെ ഇരിക്കും, നിനക്ക് അന്ത്യം സംഭവിക്കത്തില്ല, നീ ഇങ്ങനെ ഈ വേദനയും കൊണ്ട് വ്രണങ്ങളുമൊക്കെ ആയിട്ട് നീ ഈ ലോകം മൊത്തം അലഞ്ഞുകൊണ്ടേ നടക്കുമെന്ന് പറയും. അങ്ങനെ അശ്വത്ഥമാവിനെ ശപിക്കും. അശ്വത്ഥമാവാണ് ദുര്യോധനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവസാനം വരെ കൂടുന്നത്. മിത്രൻ കർണൻ പോലും അർജുനനുമായിട്ട് യുദ്ധം ചെയ്ത് ഏറ്റവും അവസാനം മരിച്ചു പോകും. അതുവരെ കർണനും ആത്മാർത്ഥമായിട്ട് തന്നെ ദുര്യോധനന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുര്യോധനന്റെ കൂടെ അവസാനം വരെ കൂടുന്ന ഒരു യോദ്ധാവാണ് അശ്വത്ഥമാവ്. അശ്വത്ഥമാവ് ഇപ്പൊ പോലും അശ്വത്ഥമാവ് അലഞ്ഞടക്കുവാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ദുര്യോധനന് വേണ്ടിയിട്ട് പഞ്ചപാണ്ഡവരുടെ മൊത്തം വംശത്തെ നശിപ്പിച്ച് അതിന് പകരമായിട്ടാണ് ഇപ്പൊ പോലും അശ്വത്ഥമാവിനൊരു ശാന്തിയും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അപ്പം ഈ അശ്വത്ഥമാവിൻ്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ മഹാഭാരത കഥകളെന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥകളാണ്, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന കഥകളാണ്. ഈ മഹാഭാരത കഥകൾ നമുക്ക് ഗുണപാഠം നൽകുന്ന കഥകളും കൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന തലമുറകൾക്ക് മാതൃകയുമാണ്. അതുപോലെ നമ്മളിൽ പല ആൾക്കാരുടെ സ്വഭാവ രീതിയായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള കഥകളും കൂടിയാണ് ഈ മഹാഭാരത കഥകൾ. എന്നാലും നമുക്ക് എത്ര കേട്ട് കഴിഞ്ഞാലും മതി വരാത്ത കഥകളാണ് മഹാഭാരത കഥകൾ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തുറന്ന് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കമൻ്റ് അയക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ. അപ്പം ടാറ്റ ബൈ ബൈ.